എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പേരിൽ ഒരു ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുകയാണ്. അതുപോലെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് 25-ാം തീയതി ആയിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നത് 24-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. വേറെ ആർക്കുമല്ല, നമ്മുടെ എലിക്കുട്ടിയമ്മയ്ക്കാണ്. അപ്പോൾ നമ്മുടെ എലിക്കുട്ടിയമ്മയ്ക്ക് ലിതിമോള് വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ വരികയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ആഘോഷ സമയങ്ങളിലാണല്ലോ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളടുത്ത് വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ലിതിമോള് വരികയില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് വരുമെന്ന്. എലിക്കുട്ടിയമ്മയോട് വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് എലിക്കുട്ടിയമ്മയ്ക്ക് കൊടുത്ത എലിക്കുട്ടിയമ്മയുടെ റിയാക്ഷനും ഒക്കെ എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ, ലിതിയും വരികയില്ല. അതുപോലെ ലിജിമോൾക്ക് വരാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഭയങ്കര സങ്കടം. നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ ഇപ്രാവശ്യം ക്രിസ്മസ് എന്നൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മേ, നമുക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ടെന്നല്ല, അമ്മ ഇന്ന് ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രാജക്കാണ്ട് പോവാം. അപ്പോൾ ലിതിമോള് അവിടെ വരും, ആദ്യം വരും. പിന്നെ എലിക്കുട്ടിയമ്മയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ചെറിയ തോതിലൊക്കെ. അപ്പോൾ നമുക്ക് നേരെ പോവാം അല്ലേ. സമയമായി 3:30 ബസ്സിന് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബം ഇപ്പോൾ ഇങ്ങനെ ചെറുതായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു 100K എങ്കിലും അടിക്കാൻ പറ്റണേ എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് കേട്ടോ. അത് കാണുന്ന ഓരോരുത്തരും സാധിച്ചു തരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാജകുമാരിയിലെത്തിയപ്പോഴാട്ടോ ഒന്നിരുന്നത്. അതുവരെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ രാജകുമാരി വന്ന് എല്ലാവരും ഇറങ്ങിയ ശേഷം ഞാൻ സ്വസ്ഥമായിട്ടിരുന്നു കേട്ടോ. എന്നിട്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. പിന്നെ കൂടാതെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മൂന്നൂക്ക് മുടി ശരിയാക്കി വെക്കുക, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ. അപ്പോൾ എലിക്കുട്ടിയമ്മ രാജക്കാട് വന്നെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ വീട്ടിൽ പൊക്കോ, ഞാനങ്ങ് സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങ് വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്ലാന് നമ്മുടെ വീട്ടിൽ ചെന്നിട്ടൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ്. എൻ്റെ കയ്യിലാണ് വീട്ടിലെ താക്കോല്. ഞാൻ പെരയൊക്കെ പൂട്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് സാധാരണ വീട്ടിൽ വെക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ രാജക്കാട് വന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതെന്തായാലും വേഗം അവർ വരുന്നൊപ്പം തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സുന്ദരിക്കുട്ടി അനിമോളെ ഞാൻ കണ്ടത് കേട്ടോ. കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. രണ്ടുപേരുതേ ഛർദിച്ച ആര് ഫോൺ വിളിച്ചെന്ന് ഞാൻ ഇതാരടി ഇത് ഏറി കൊച്ചു പോയോ? ആ ചായ കുടിച്ചിട്ട് വാ. ആരി ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ടൊന്ന് നീന്ന് കള്ളിപ്പെണ്ണെ. ഹാപ്പി ക്രിസ്മസ് നോക്കടി സുന്ദരി. പറ എന്തുണ്ട് വിശേഷം? അപ്പൊ എന്തിനാ എലിക്കുട്ടിയമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം? നാളെ വരുള്ളൂ എന്ന് പറഞ്ഞ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യല് വെജിറ്റബിൾ വട. ഇത് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ആദി വേണോ? ഇച്ചിരി കഴിച്ചോ. അതൊന്നും വേണ്ട. അപ്പം ലിതിയമ്മയും ആദ്യം കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇത് ബസ് അങ്ങോട്ടാ, പോകണ്ടല്ലോ. വേണ്ട, 60 രൂപ ഓടും. ഓട്ടോ വിളിച്ചു. ഓട്ടോയിൽ കയറിയിട്ടോ. നേരെ വീട്ടിൽ പോകാൻ എനിക്ക് സർപ്രൈസ് കൊടുക്കാം. അങ്ങ് പോ തുറക്കാൻ. അയ്യോ താക്കോല് കാണുന്നില്ല. അയ്യോ താക്കോല് കാണുന്നില്ല.
അയ്യോ ഇല്ല, ഞാനിവിടെ വെച്ചിട്ടാണോ പോയേനെ? താക്കോല് പോയിട്ട് ഇനി പൈസ മുടക്കി താക്കോല് മേടിക്കേണ്ടി വരും. അയ്യോ എന്തോ ചെയ്യുന്നേ? അവിടെ നോക്കി, അതിന്റെ അവിടെ നോക്കി. ഇവിടെ നോക്കി, ഞാൻ എല്ലാം നോക്കിട്ടേ. അയ്യോ ആ അവിടെ വെച്ചെന്ന് തോന്നുന്നു. അപ്പുറം പോയി അമ്മ നോക്ക്. അമ്മ അയ്യോ നോക്കട്ടെ. ഇതൊത്തിരി ഇതാരീ വന്നത്. അപ്പൊ ഇവര് നാളെ ഉച്ച നമ്മളെ വരുവാണെന്ന് പറഞ്ഞു കള്ളപ്പട്ടിയൊക്കെ. നീയാണ് അവിടെ നിന്ന് വർത്താനം പറഞ്ഞത്. ഇത് വീഡിയോ ആയിരുന്നു, പ്രാങ്ക് ആയിരുന്നു. ഞാൻ തണുത്ത് വരച്ചുകൂടെ തീറ്റാം. അപ്പൊ നീ നാളെ ഉച്ച അവിടെ വരുമെന്ന് പറഞ്ഞാ ദീദി. നീ നോണ പറഞ്ഞു പഠിച്ചിട്ടില്ലേ? ശരിക്കും അടിപൊളി ഉടുപ്പൊക്കെ അടിപൊളി ഉടുപ്പൊക്കെ വേണ്ട. നല്ല 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 ഷേലാണല്ലോ. ഞാന് അതായത് സർപ്രൈസ് പോവോ? സർപ്രൈസ് പോകത്തില്ലേ? സാമ്പാർ, മീൻ വറുത്തത്. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. ഇതുമോള് ഡ്രസ്സൊക്കെ മാറി. ആദ്യം ഫോണിൽ തന്നെ ഏലിക്കുട്ടിയമ്മ. അപ്പൊ ഏലിക്കുട്ടിയമ്മക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? കൊള്ളായിരുന്നോ? അമ്മക്ക് അത് കലിയൊന്നും കേട്ടോ, അടിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പൊ നല്ല അടിപൊളി സർപ്രൈസ് ആയിരുന്നു. ഞാൻ സർപ്രൈസ് കൊടുക്കാതിരുന്ന ഞാൻ ഇവിടുന്ന് വീടും പൂട്ടി താക്കോലും കൊണ്ടാണ് പോയത്. അയ്യോ മതി, അമ്മ അങ്ങ് കലിപ്പായി കേട്ടോ. അപ്പം എന്തായാലും ഞാനും അമ്മയും കൂടെ താഴെ കടയിൽ പോവാണ്. ഞാൻ അവിടുന്ന് സാധനം മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു താഴെക്കടയിൽ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇതേ കടയിലേക്ക് ഇറങ്ങി പോകാൻ പോവാണ്. അപ്പോൾ എന്താന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലേക്ക് ഇറങ്ങി പോവാണ്. യെസ്, ഞാൻ ഈ റൂട്ട് വരില്ലെന്ന് തോന്നുന്നേ. നീ ഏത് റൂട്ടാ പോകുന്നേ? രണ്ട് റൂട്ടുണ്ട്. രണ്ട് റൂട്ടാണ്. എവിടെ പോകുന്നു? അല്ല, പുതിയതാണോ? എന്തുവാ? ഞങ്ങളിത് സാധനങ്ങളൊക്കെ മേടിച്ചു. അമ്മ അപ്പം അപ്പുറ കടയിൽ പോയി ചിക്കൻ മേടിക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇതൊന്ന് പിടിച്ചപ്പോൾ ഒരു മിനിറ്റ്. ഇല്ല, എന്താ മേടിക്കണ്ടേ? കേക്ക് മുറിക്കാം പോരെ? കേക്ക് മുറിക്കാം, എന്നിട്ട് നാളെ ഒരു അരയും കൂടെ മേടിക്കാം. വേറെ ഞാൻ മേടിച്ചില്ല. എൻ്റെ പാപ്പൻ എവിടെ പോകുന്ന പാപ്പൻ? മിനിസേച്ച് പോകുന്നില്ലേ? ആ, അവരുടെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. മാർക്കിനനുസരിച്ചാ. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടത്തേന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാനിത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ക്രിസ്മസ് രാവണഞ്ഞ നേരം
പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി വാനിൽ വരവേൽപ്പിൽ ശുഭഗീതം ശാന്തിയേകി ഗുരുനാഥൻ മനതാരിൽ ജാതനായി പൊൻപൈതലായി പോയി ആത്മീയ ജീവൻ നൽകും വിടാ ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ബൈ ബൈ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരില് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ഇപ്പൊ ഇടയ്ക്കോടെ ആരാ വന്നത്? എലിക്കുട്ടിയമ്മ. ടാറ്റാ. അവിടെ കിടന്നുണ്ട്. ആ ഓക്കെ.